Hello friends, welcome back to Alliance Time Genius. നമ്മൾ angles in the same segment equal ആണ് കഴിഞ്ഞ വീഡിയോസിൽ കണ്ടു അല്ലേ? അതായത് ഇവിടെ നോക്കുക PQ എന്ന ഈ ആർക്ക് ഉണ്ടാക്കുന്ന ആംഗിൾസ് ആണ് PAQ PBQ. ഇതൊക്കെ ഒരു സെയിം സെഗ്മെന്റിലുള്ള ആംഗിൾസ് ആണ് അല്ലേ? അപ്പോൾ ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അതേപോലെ നമ്മൾ ഈ സെഗ്മെന്റിൽ ഏത് ആംഗിൾസ് വരച്ചാലും അതൊക്കെ ഈക്വൽ ആയിരിക്കും. സി ഞാൻ ഈ ആംഗിൾ ഈക്വൽ ആയിരിക്കും. സോ ഈ സെഗ്മെന്റിൽ വരയ്ക്കുന്ന ആംഗിൾസ് ഒക്കെ ഈക്വൽ ആയിരിക്കും. സോ ആംഗിൾസ് ഇൻ ദ സെയിം സെഗ്മെന്റ് ഓഫ് എ സർക്കിൾ ആർ ഈക്വൽ എന്ന് നമ്മൾ കണ്ടു. ഇതിന്റെ കോൺവേഴ്സ് എന്തായിരിക്കും? അതായത് PQAB എന്ന പോയിന്റ്സ് ഒക്കെ നമുക്കുണ്ട് അല്ലെ? PABQ എന്ന 4 പോയിന്റ്സ് ഉണ്ട് ഇവിടെ. PAQ ഈക്വൽ ടു PBQ ആണെങ്കിൽ ഈ PABQ എന്ന പോയിന്റ്സ് ഒക്കെ എന്തായിരിക്കും? സർക്കിളിലായിരിക്കും എന്നാണ് നെക്സ്റ്റ് ഇതിന്റെ കോൺവേഴ്സ് പറയുന്നത്. ഈ തിയറത്തിന്റെ കോൺവേഴ്സ് ആംഗിൾസ് ഇൻ ദ സെയിം സെഗ്മെന്റ് ഓഫ് എ സർക്കിൾ ആർ ഈക്വൽ എന്ന് നമുക്കറിയാം. ഇനി PAQ ഈക്വൽ ടു PBQ ആണെങ്കിൽ അതായത് സെയിം സെഗ്മെന്റിലുള്ള ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ ഈ 4 പോയിന്റ്സും സർക്കിളിലായിരിക്കും. നമുക്കപ്പോൾ തിയറം നോക്കാം. See here, theorem says if a line segment joining 2 points subtends equal angles at the other points lying on the same side of the line containing the line segment, the 4 points lie on a circle. That is, they are concyclic. അപ്പോൾ എന്താ തിയറം പറയണത്? ക്ലിയർ ആവുന്നില്ല അല്ലേ? അപ്പോൾ നമുക്കൊന്ന് വിഷ്വലൈസ് ചെയ്യാം. സി ഇഫ് എ ലൈൻ സെഗ്മെന്റ്, ഇപ്പൊ AB എന്നുള്ള ഒരു ലൈൻ സെഗ്മെന്റ് ഉണ്ട്. AB എന്ന ഒരു ലൈൻ സെഗ്മെന്റ് ഉണ്ട്. ഇനി ഇത് ഇപ്പൊ 2 പോയിന്റ്സ് ഉണ്ട് നമുക്ക്. ഒന്നില്ലെങ്കിൽ ആ AB എന്ന ലൈൻ സെഗ്മെന്റിന്റെ താഴെ ആവാം അല്ലെങ്കിൽ മുകളിലാവാം. അപ്പൊ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് മുകളിലുള്ള 2 പോയിന്റ്സ് ആണ്. ഓക്കെ, ഇനി AB എന്ന ഈ ലൈൻ സെഗ്മെന്റ് സബ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിൾ ഇപ്പൊ ഇവിടെ നോക്കുക. സോ AB സബ്റ്റെൻഡ് ചെയ്യുന്ന ഒരു ആംഗിൾ ആണ് ആംഗിൾ ACB. അതേപോലെ AB സബ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിൾ ആണ് ആംഗിൾ ADB. അതായത് ഈ 2 ആംഗിൾസ്. ഓക്കെ, സോ ഈ 2 ആംഗിൾസും ഈക്വൽ ആണെങ്കിൽ ഈ പോയിന്റ്സ് ഒക്കെ 2 ആംഗിൾസും ഈക്വൽ ആണെങ്കിൽ ഈ ABCD എന്ന പോയിന്റ്സ് ഒക്കെ സർക്കിളിലായിരിക്കും. ദാറ്റ് ഈസ് ദീസ് 4 പോയിന്റ്സ് ആർ കോൺസൈക്ലിക്. അപ്പൊ നമുക്ക് അതിന്റെ പ്രൂഫ് നോക്കാം. സി ഈ 4 പോയിന്റ്സ് സർക്കിളിലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ പ്രൂഫ് നോക്കാം. സി ഹിയർ നമുക്ക് ABCD എന്ന 4 പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ എന്താ തന്നിരിക്കുന്നത്? ആംഗിൾ ACB ഈക്വൽ ടു ആംഗിൾ ADB എന്ന് തന്നിട്ടുണ്ട്. ACB ഈക്വൽ ടു ആംഗിൾ ADB എന്ന് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? ABCD എന്ന ഈ 4 പോയിന്റ്സും സർക്കിളിലാണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ നമുക്ക് ആദ്യം ഈ D എന്നുള്ള പോയിന്റ് സർക്കിളിൽ അല്ല എന്ന് അസ്യൂം ചെയ്യാം. D എന്നുള്ള പോയിന്റ് സർക്കിളിൽ അല്ല എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. നമ്മൾ ഫസ്റ്റ് എന്ത് അസ്യൂം ചെയ്തു? D ഈസ് നോട്ട് ഓൺ ദി സർക്കിൾ. ഓക്കെ, സോ ACB എന്നുള്ള പോയിന്റ്സ് സർക്കിളിലാണ്. ACB എന്ന പോയിന്റ്സ് സർക്കിളിലാണ്. ശ്രദ്ധിക്കുക, ACB എന്ന പോയിന്റ്സ് സർക്കിളാണ്. അപ്പൊ നമ്മൾ ACBയിലൂടെ സർക്കിൾ വരയ്ക്കുമ്പോൾ D സർക്കിളിലല്ലല്ലോ. അപ്പൊ ഒന്നില്ലെങ്കിൽ നമ്മൾ വരയ്ക്കുന്ന സർക്കിള് AD എന്നുള്ള ഈ ലൈൻ ഉണ്ടല്ലോ, AD എന്നുള്ള ലൈൻ്റെ അകത്ത് തട്ടും അല്ലെങ്കിൽ AD എന്നുള്ള ലൈൻ്റെ പുറത്ത് തട്ടും. ഇപ്പൊ ഇവിടെ നോക്കാം. സി അപ്പൊ ഞാൻ AD എന്നുള്ള ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചിട്ടുണ്ട്. അപ്പൊ ഒന്നില്ലെങ്കിൽ അത് AD എന്നുള്ള ലൈൻ്റെ അകത്ത് തട്ടും. നമ്മൾ ACBയിലൂടെ സർക്കിൾ വരയ്ക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ അത് AD എന്നുള്ള ലൈൻ്റെ അകത്ത് തട്ടും അല്ലെങ്കിൽ AD എന്നുള്ള ലൈൻ്റെ പുറത്ത് തട്ടും. എന്തായാലും ഡിയിൽ തട്ടില്ല. കാരണം D സർക്കിളിൽ അല്ല എന്നാണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത്. നമ്മുടെ ഒരു അസംഷൻ ആണ് D സർക്കിളിലുള്ള പോയിന്റ് അല്ല. D സർക്കിളിലുള്ള പോയിന്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ D സർക്കിളിലുള്ള പോയിന്റ് അല്ല എന്ന് ആദ്യം എടുക്കണം. എന്നിട്ട് നമ്മുടെ അസംഷന് തെറ്റാണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യും. ഓക്കെ, സോ ഇവിടെ 2 പോയിന്റ്സ് ഉണ്ട്. നമുക്ക് ഇതിനെ E എന്നും E ഡാഷ് എന്നും വിളിക്കാം. ഓക്കെ,
ഇനി ഇ എന്നുള്ള പോയിന്റിലൂടെ നമ്മുടെ ACBയിലൂടെ നമ്മൾ സർക്കിൾ വരയ്ക്കണം. അപ്പൊ ഇ എന്നുള്ള പോയിന്റിലൂടെ അത് പാസ് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. ഓക്കെ, ഇ എന്നുള്ള പോയിന്റിലൂടെ നമ്മുടെ സർക്കിൾ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ACBയും ACBയും AEBയും സെയിം സെഗ്മെന്റിലുള്ള ആംഗിൾസ് ആയിരിക്കും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ആംഗിൾ ACB ഈക്വൽസ് ആംഗിൾ AEB എന്ന് എഴുതാൻ പറ്റും അല്ലേ? ദാറ്റ് ഈസ് ആംഗിൾ ACB ഈക്വൽസ് ആംഗിൾ AEB എന്ന് നമുക്ക് എഴുതാൻ പറ്റും അല്ലേ? സോ ഇവിടെ നോക്കുക, ഇവിടെ ACB ഈക്വൽ ടു ആംഗിൾ ADB എന്നുണ്ട്, അതേപോലെ ACB ഈക്വൽ ടു AEB എന്നും ഉണ്ട്. അതായത് ആംഗിൾ ADB ഈക്വൽസ് ആംഗിൾ AEB. അപ്പോൾ ഇതാ ആംഗിൾ ADB ഈക്വൽ ടു ആംഗിൾ AEB എന്നാണ് പറയുന്നത്. അപ്പൊ ഇതാവാനുള്ള ചാൻസ് എപ്പോഴാണ്? ഇയും ഡിയും കോയിൻസൈഡ് ചെയ്യുമ്പോൾ മാത്രമേ ഇത് സംഭവിക്കുള്ളൂ അല്ലെ? സോ ഇവിടെ നോക്കുക, ഇയും ഡിയും കോയിൻസൈഡ് ചെയ്യുന്നു. അതായത് ഇ എന്നുള്ള പോയിന്റ് തന്നെയാണ് ഡി എന്നുള്ള പോയിന്റ്, ഇയും ഡിയും കോയിൻസൈഡ് ചെയ്യും. ക്ലിയർ? ഇനി നമുക്ക് അടുത്തത് നോക്കാം. അതായത് ഇ ഡാഷിലൂടെയാണ് നമ്മുടെ സർക്കിൾ പാസ് ചെയ്യുന്നതെങ്കിൽ, ഇ ഡാഷിലൂടെയാണ് നമ്മുടെ സർക്കിൾ പാസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ആംഗിൾ കിട്ടും അല്ലെ? ആംഗിൾ AE' B എന്നുള്ള ഒരു ആംഗിൾ കിട്ടും. അപ്പൊ AE''Bയും ACBയും ഈക്വൽ ആയിരിക്കും അല്ലെ? ACB, ദാറ്റ് ഈസ് ആംഗിൾ ACB. ആംഗിൾ ACB ഇസ് ഈക്വൽ ടു ആംഗിൾ ADB നമുക്ക് തന്നിട്ടുണ്ട്. ആൻഡ് നമുക്ക് ഇവിടുന്ന് കിട്ടിയ ആംഗിൾ ACB ഈക്വൽ ടു ആംഗിൾ AE''B എന്ന് കിട്ടി. അപ്പൊ ഇത് എപ്പോഴാണ് ശരിയാവുക? അതായത് ആംഗിൾ ADB ഈക്വൽസ് ആംഗിൾ AE''B ആയിരിക്കണം. ആൻഡ് ദിസ് ഈസ് പോസിബിൾ ഓൺലി വെൻ ഡിയും E' കോയിൻസൈഡ് ചെയ്യണം. ഇവിടെ നോക്കുക, E' കോയിൻസൈഡ് ചെയ്തു ഡിയിൽ. അതായത് ഡി എന്നുള്ള പോയിന്റ് സർക്കിളിലാണ് എന്നാണ് നമുക്ക് ഇവിടുന്ന് കിട്ടിയത്. അതായത് ഈ സർക്കിളിൽ ഇ എന്നുള്ള പോയിന്റ് ഡി എന്നുള്ള പോയിന്റും കോയിൻസൈഡ് എന്ന് പറഞ്ഞു. അതേപോലെ ഡി എന്നുള്ള പോയിന്റും E' എന്നുള്ള പോയിന്റും സർക്കിളിൽ ഡി എന്നുള്ള പോയിന്റിൽ കോയിൻസൈഡ് ആണെന്ന് നമ്മൾ പറഞ്ഞു. വിച്ച് മീൻസ് ദാറ്റ് ഡി എന്നുള്ള പോയിന്റ് സർക്കിളിലാണ്. സോ നമുക്ക് എന്ത് എഴുതാം? ABCD എന്ന ഈ 4 പോയിന്റ്സും സർക്കിളിലാണ്. ദേ ആർ കോൺസൈക്ലിക്. ക്ലിയർ? അപ്പോൾ ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.